നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്ത്. നേരത്തെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആംബുലൻസ് കൈമാറ്റ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സെക്രട്ടേറിയറ്റിലായിരുന്നു ആഗസ്റ്റ് 20 പരിപാടി. ഈ പരിപാടിയുടെ ഫോട്ടോ വക്രീകരിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഫോട്ടോ വിവാദത്തിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. പുറത്തു വന്ന വീഡിയോയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല. പോറ്റിയുമായി സംസാരിക്കുന്നു എന്ന പേരിൽ പ്രചരിച്ചത് മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ എടുത്ത ചിത്രമാണ്. ശബരിമലയിലേക്ക് ഭീമ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ആംബുലൻസ് ഉദ്ഘാടന പരിപാടിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി, പോലീസ് മേധാവി റവാർ ചന്ദ്രശേഖർ എന്നിവരുണ്ടെങ്കിലും പരിപാടിയുടെ പോസ്റ്ററിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരില്ല. സ്പോൺസറുടെ ക്ഷണപ്രകാരമായിരുന്നു പോറ്റി എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോറ്റിയുടെ അടക്കം പറഞ്ഞു സംസാരിച്ചു എന്നടക്കമുള്ള വാദങ്ങളായിരുന്നു പ്രചരിച്ചത്. എന്നാൽ പോറ്റിയെ തൊഴുതു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. നേരത്തെ പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ചിത്രം പങ്കുവച്ച കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെതിരെയാണ് ചേവായൂർ പോലീസ് കലാപാഹ്വാനം നടത്തിയെന്ന വകുപ്പ് ചുമത്തി കേസെടുത്തത്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നുള്ള ചിത്രം നിർമ്മിതമാണെന്നും ഇക്കാര്യത്തിൽ വസ്തുതകൾ പുറത്തുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ N സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ ഫോട്ടോകൾ പങ്കുവച്ചത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ ഷെയർ ചെയ്തത്. എന്നാൽ പിന്നീട് ഇതിലൊരു ഫോട്ടോ പിൻവലിച്ചു. ഫോട്ടോ പങ്കുവച്ചതിന് കലാപാഹ്വാനത്തിനാണ് ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുത്തത്. സമൂഹത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ഫോട്ടോ പങ്കുവച്ചെന്നാണ് FIR. ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് പോസ്റ്റ് ഇട്ടതെന്നും AKG സെൻറ്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കേസെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. ഒരു ഫോട്ടോ പിൻവലിച്ചത് കൂടുതൽ വ്യക്തതയുള്ള ഫോട്ടോ ഇടാനാണെന്നും സുബ്രഹ്മണ്യൻ വിശദീകരിച്ചു.